ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എവിടെ പോവാന്ന് അറിയണ്ടേ? അപ്പോൾ ഇന്ന് ഞങ്ങളൊക്കെ കൂടി അമ്പലത്തിൽ പോവുകയാണ്, ചോറ്റാനിക്കര. അപ്പോൾ അവിടെ എന്താ വിശേഷമൊന്നുമല്ല, ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ചിട്ടാണ് അമ്മൂസിൻ്റെ അരങ്ങേറ്റം നടക്കണത്. അപ്പോൾ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതേ മേക്കപ്പൊക്കെ തുടങ്ങി, രാവിലെ വന്നപ്പോൾ തന്നെ തുടങ്ങിയായിരുന്നേ. ഒരു 10 മണിയാകുമ്പോൾ വരാനാണ് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ കയറി തൊഴുതൊക്കെ വന്നപ്പോഴേക്കും തുടങ്ങി. അപ്പോൾ മേക്കപ്പ് ചെയ്യാനിരിക്കുകയാണ്. അമ്മൂസ് മേക്കപ്പൊക്കെ ചെയ്ത് ഫൗണ്ടേഷൻ ആദ്യമിട്ട് പിന്നെ കണ്ണിൻ്റെ മേക്കപ്പ് അങ്ങനെയുള്ള എല്ലാ മേക്കപ്പുകളും ചെയ്യാനിരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഡാൻസായിട്ട്. അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ആർക്കും വലിയ ബന്ധമൊന്നുമില്ല. അപ്പോൾ അമ്മൂസിനെ ഡാൻസ് പഠിപ്പിക്കണമെന്ന് അമ്മു ജനിച്ച നാൾ മുതലുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 വയസ്സിലൊക്കെ കൊണ്ടുപോയി ചേർത്തായിരുന്നു. പിന്നെ ആ സമയത്ത് കൊറോണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വന്ന് നമുക്ക് മുടങ്ങിപ്പോയി. പക്ഷെ ഇപ്പോഴാണ് പിന്നെ അത് കണ്ടിന്യൂ ചെയ്തത്. അപ്പോൾ അമ്മൂസ് പഠിക്കണത് RLV ഐശ്വര്യ എന്ന് പറഞ്ഞ ടീച്ചറിൻ്റെ അടുത്താണ്. നല്ലോണം പഠിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടത്. നല്ല ടീച്ചറാണ്, നല്ല സ്നേഹമുള്ള ടീച്ചറാണ്, നല്ലപോലെ ഡാൻസൊക്കെ അറിയാം. അപ്പോൾ അമ്മുവിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു ഗിന്നസ് പക്രുച്ചൻ്റെ മോക്കട അരങ്ങേറ്റവും. അതും അരങ്ങേറ്റമായിരുന്നു അതിൻ്റെ. അപ്പോൾ ഇവരെല്ലാവരും അരങ്ങേറ്റം ഒപ്പമായിരുന്നു. അപ്പോൾ ഗിന്നസ് പക്രുച്ചനും ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ദക്ഷിണ കൊടുക്കുന്നതിന് മുമ്പ് ഗിന്നസ് പക്രുച്ചേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് പേരുടെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ദക്ഷിണ കൊടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ദക്ഷിണയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ പ്രോഗ്രാംസ് ആയിരുന്നു. അപ്പോൾ അമ്മൂസും എല്ലാവർക്കും ദക്ഷിണ കൊടുത്തിട്ടോ. അമ്മക്കും അമ്മാമ്മക്കും എനിക്കും പപ്പക്കും എല്ലാവർക്കും തന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാലയിൽ ചിലങ്ക ടീച്ചർ കെട്ടിക്കൊടുക്കും. പിന്നെ അടുത്ത കാലയിൽ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും ആണ് കെട്ടേണ്ടത്. അപ്പോൾ അടുത്ത കാലയിൽ ചിലങ്ക കെട്ടിക്കൊടുത്തത് സിദ്ധിയുടെ പപ്പയായിട്ടോ ചെയ്തേ. അതും ഇത്രയും വലിയൊരു കലാകാരൻ്റെ അടുത്ത് നിന്ന് ചിലങ്ക കെട്ടാന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ഭാഗ്യം കേട്ടോ. അപ്പോൾ ടീച്ചർ ചിലങ്ക കെട്ടാൻ നേരത്തെ അദ്ദേഹം അടുത്തുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അദ്ദേഹത്തിൻ്റെ മോളുടെയും ചിലങ്ക കെട്ടലുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ മോക്കളുടെ ഇത് വന്നത്. അപ്പോൾ അമ്മൂസിന് ചിലങ്ക കെട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് ആദ്യമായിട്ടാണ് കെട്ടുന്നത്. അപ്പോൾ അരങ്ങേറ്റത്തിന് മുമ്പേ കെട്ടാൻ പാടില്ലെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിച്ചൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിന്നെ അത് കഴിഞ്ഞ് പപ്പയാണ് കെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ പ്രോഗ്രാംസൊക്കെ നല്ല അടിപൊളിയായിട്ട് കളിക്കുകയൊക്കെ ചെയ്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ വീഡിയോസ് ഇടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് വന്നു കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് വരില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഡാൻസിൻ്റെ വീഡിയോസ് അങ്ങനെ അധികം ഇടാത്തത്. പക്ഷെ നല്ല രസത്തിൽ എല്ലാവരും കളിച്ചിട്ട് എല്ലാവരും നല്ലോണം കളിച്ച്. അതുകൂടാതെ 2 കുച്ചിപ്പിടി പിള്ളേരും ഉണ്ടായിരുന്നു, അവർ അരങ്ങേറ്റം ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും നല്ല ഡിഫനായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോസൊക്കെ എടുത്ത് ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്ത് അവർ ഗ്രൂപ്പ് ഫോട്ടോസൊക്കെ എടുത്ത് എല്ലാവരും ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഏകദേശം ഞങ്ങൾ തിരിച്ചു വീട്ടിലെന്ന് രാത്രി 11, 11:30, 12 ആയി. പിന്നെ മേക്കപ്പ് അയക്കലും മുടിയഴിക്കലൊക്കെ നല്ല പണിയായിരുന്നു. എന്നാലും മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷമായ ദിവസമായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യും, ലൈക്ക് ചെയ്യുക ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഓക്കെ, ബൈ.